ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു. എനിക്കറിയാം നിങ്ങൾ ചാപ്റ്റർ 3 നോക്കിയിരിക്കുകയായിരിക്കും അല്ലെ. ചാപ്റ്റർ 3 ആദ്യത്തെ കുറച്ച് സെക്ഷൻസ് കുറച്ച് +1 നിന്ന് എടുത്തിട്ടിരിക്കുന്ന ടോപ്പിക്കാണ്. കുറച്ച് ടഫാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോ നമ്മള് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഈ രണ്ട് ടേമും നിങ്ങൾ മുന്നേ കേട്ടിട്ടുള്ളതാണ് അല്ലെ. പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ ഈവൻ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ പോലും നോ പ്രോബ്ലം, നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് അത് പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് നോക്കാം. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, അതിനകത്തുള്ളത് ആരാണ്? എലമെന്റ്സ് ആണ്. ഏതൊക്കെയാണ് എലമെന്റ്സ്? നമുക്കറിയാം, ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ, നിയോൺ, അങ്ങനെ ഒത്തിരി എലമെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ അറേഞ്ച്മെന്റ് പണ്ട് കാലം മുതലേ പല സയന്റിസ്റ്റുകൾ പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ അറേഞ്ച് ചെയ്ത ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇവിടെ പീരിയോഡിക് ടേബിൾ ആണ്. അദ്ദേഹം പറഞ്ഞത് പീരിയോഡിക് ടേബിളിലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ്. എന്താണ്? അറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എന്താണ്? അറ്റോമിക് നമ്പർ. അപ്പൊ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ, വെയിറ്റിന്റെ അടിസ്ഥാനത്തിലൊക്കെ മെന്റലീഫ് ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ബേസിസിൽ അത് മാറ്റി അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ഈ എങ്ങനെയാണ് ഇതിന് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ പേര് വരുന്നത്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഫിസിക്സ് സാറിന്റെ ക്ലാസ് എടുത്തപ്പോൾ സാർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരിയോഡിക് മോഷൻ. അതായത് സൂര്യന് ചുറ്റും എർത്ത് ഇങ്ങനെ കറങ്ങുന്നത് പീരിയോഡിക് മോഷൻ ആണ് നമ്മൾ പഠിച്ചു അല്ലെ. അതായത് 365 ദിവസം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് പീരിയോഡിക് എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്? പീരിയോഡിക് ടേബിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ, പീരിയോഡിക് ടേബിൾ നമുക്കറിയാം ഹൈഡ്രജൻ ഈ ഒരു സൈഡിൽ ഇങ്ങനെ സെപ്പറേറ്റ് എലമെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കുറെ ആണെങ്കിൽ ലാസ്റ്റ് ഹീലിയം ഉണ്ട്. കണ്ടോ? ഹീലിയം ഇവിടെ ഉണ്ട്. ഓക്കെ, അതിന് തൊട്ട് താഴെ ഹൈഡ്രജന് വിട്ടു നിൽക്കുന്ന എലമെന്റ്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇത് നമ്മൾ ഗ്രൂപ്പ് 1 എന്നാണ് പറയാം. ഗ്രൂപ്പ് 1 എന്താണ് ഇവരുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എടുക്കാം നമുക്ക്. അറ്റോമിക് നമ്പർ 3, സോഡിയം അറ്റോമിക് നമ്പർ 11, പൊട്ടാസ്യം 19. ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 2-1, ഇത് എഴുതി കഴിഞ്ഞാൽ 2-8-1, ഇത് എഴുതി കഴിഞ്ഞാൽ 2-8-8-1. സോ എന്താണ് പ്രത്യേകത? എല്ലാവരുടെ ലാസ്റ്റ് ഷെല്ലില്, അതായത് വാലൻസ് ഇലക്ട്രോൺ ദാറ്റ് ഈസ് 1. അതായത് ഇവരെല്ലാവരെയും അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളവരാണ്. അപ്പോ ഇതെങ്ങനെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തത്? ലിഥിയം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ലിഥിയം കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ്? ബെർലിയം, മഗ്നീഷ്യം, സ്ട്രോണേഷ്യം, ബേരിയം, റേഡിയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. അപ്പോ ലിഥിയത്തിന് അറ്റോമിക് നമ്പർ 3, ബെർലിയം 4. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ അറ്റോമിക് നമ്പർ 10. അപ്പോ ലിഥിയത്തിന്റെ സ്വഭാവം ഒരു ഇലക്ട്രോൺ ആണ് ലാസ്റ്റ് ഷെല്ലില്. ആ സ്വഭാവം ആര് കാണിക്കുന്നു? സോഡിയം കാണിക്കുന്നു. എത്ര എലമെന്റ്സ് കഴിഞ്ഞിട്ടാണ് നോക്കി? 1, 2, 3, 4, 5, 6, 7. കണ്ടോ? അപ്പൊ 1, 2, 3, 4, 5, 6, 7 ഈ 7 എലമെന്റ്സിന് ശേഷം ഇവിടെ വരുമ്പോ വീണ്ടും സോഡിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളൂ, ലിഥിയത്തെ പോലെ. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടുന്ന് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ ഇവിടെ വരുമ്പോ എന്താണ്? ഈ സോഡിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളതുപോലെ പൊട്ടാസ്യത്തിന്റെ ലാസ്റ്റ് ഷെല്ലിലും അവസാനത്തെ ഷെല്ലില് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതായത് ഏറ്റവും അവസാനം ഒരു ഇലക്ട്രോൺ ആണ് അതിന്റെ അറേഞ്ച്മെന്റ്. സോ ഈ ഇലക്ട്രോണിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ടാണ് എല്ലാവരുടെ സ്വഭാവം ഏകദേശം സിമിലർ ആയിട്ട് വരുന്നത്. എന്താണ് ഈ ഒരു ഇലക്ട്രോൺ ഉള്ളവരുടെ സ്വഭാവം? ഈ ഇലക്ട്രോൺ അവർ വിട്ടുകൊടുക്കും. ഈ ഇലക്ട്രോൺ അവർ കംപ്ലീറ്റ്ലി ലോസ് ചെയ്യും കെമിക്കൽ റിയാക്ഷനിൽ. എന്തിനാണ് അവർ ലോസ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ലാസ്റ്റ് ഷെല്ലിൽ അവർക്ക് 8 ഇലക്ട്രോൺസ് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ ആ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന സ്വഭാവമായതുകൊണ്ട് നമ്മൾ അവരെല്ലാവരും എന്താ വിളിക്കണം എന്നറിയോ? മെറ്റൽസ്. എന്താണ്? മെറ്റൽസിന്റെ പ്രോപ്പർട്ടി എന്താണ്? അവർ ഇലക്ട്രോണിനെ
വിട്ടുകൊടുക്കുന്നവരാണ്, ലോസ് ചെയ്യുന്നവരാണ്. മനസ്സിലായോ? ദീസ് ആർ എലമെന്റ്സ് വിച്ച് ലോസസ് ഇലക്ട്രോൺസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻസ്. ദേ ആർ നോൺ ആസ് മെറ്റൽസ്. അപ്പൊ അവരത് നഷ്ടപ്പെടുത്തുമ്പോൾ അത് വാങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ? അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഫ്ലൂറിൻ. ഫ്ലൂറിൻ 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഇവർ വരുന്നതിൽ അസ്റ്റാറ്റിൻ വേണ്ട, റേഡിയോ ആക്റ്റീവ് ആണ്. ഇത്രയും എലമെന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നമുക്ക് എഴുതി നോക്കാം. ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ഈ പറയുന്ന ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9, ക്ലോറിൻ അറ്റോമിക് നമ്പർ 7. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫ്ലൂറിന്റെ നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ 2, 7. അതായത് 8 ഇലക്ട്രോൺ ആവാൻ 1 ഇലക്ട്രോണിന്റെ കുറവുണ്ട്, കണ്ടോ? അപ്പൊ നമ്മുടെ ഈ പറയുന്ന സോഡിയം വിട്ടുകൊടുക്കുന്ന ഒരു ഇലക്ട്രോൺ ആര് സ്വീകരിക്കും? ഫ്ലൂറിൻ സ്വീകരിക്കും. ഇനി നമ്മൾ 17 ഇലക്ട്രോണിക് അറ്റോമിക് നമ്പർ 17 ആയ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ 2, 8, 8, 7, സോറി 17, 2, 8, 7, കണ്ടോ? അപ്പോ ഇവിടുന്ന് നമ്മുടെ സോഡിയം വിട്ടുകൊടുക്കുന്ന ഒരു ഇലക്ട്രോൺ ആര് സ്വീകരിക്കും? ഈ പറഞ്ഞ ക്ലോറിൻ സ്വീകരിക്കും. അപ്പൊ ഇവരുടെ പൊതുവായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും, ആ ഗ്രൂപ്പിന്റെ താഴെയുള്ള എല്ലാവരും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുന്നു. അവരെ നമ്മൾ നോൺ മെറ്റൽസ്, അവർ മെറ്റൽ അല്ല എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പൊ ഈ സൈഡിൽ മെറ്റൽസ്, ഈ സൈഡിൽ എന്താണ്? നോൺ മെറ്റൽസ്, അല്ലെ? എന്താണ് അതിന് കാരണം? ഒരാള് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഒരാൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. എന്താണ് ഈ ഗ്രൂപ്പിലെ പ്രത്യേകത? ഒന്നാമത്തെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ 17ാമത്തെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണിന്റെ കുറവുണ്ട്. സോ ദീസ് അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്, ഈ ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ് ലാസ്റ്റ് ഷെല്ലിൽ എങ്ങനെയാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അതാണ് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, സ്വഭാവം തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അപ്പോ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പീരിയോഡിക് ടേബിളിൽ ഒരേ സ്വഭാവം വരുന്നവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ടാണ്. അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ സാർ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു പോയിന്റ് നിങ്ങൾ പറയേണ്ടത് എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് എന്താണ് എലമെന്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്? ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു പ്രത്യേക കാര്യം മറക്കരുത്, എന്ത് കൂടി വരുന്ന ക്രമത്തിലാണ്? അറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ്. ദെൻ വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള കണികകളായ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അറ്റോമിക് നമ്പർ എന്താണ്? ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പൊ ആരാണ് ന്യൂക്ലിയസ് എന്ന പേര് കൊടുത്തത്? നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതിനു മുന്നേ പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നോക്കാം. എന്താണ് പീരിയോഡിക് ടേബിൾ? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ്. ഒരു അറേഞ്ച്മെന്റ് ആണ് ഓഫ് വാട്ട്? എലമെന്റ്സ്. എലമെന്റ്സിന്റെ അറേഞ്ച്മെന്റ് ആണ്. ബേസ്ഡ് ഓൺ എന്തിന്റെ ബേസിസില്? ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അവരുടെ രാസ സ്വഭാവം. മനസ്സിലായോ? ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. ആൻഡ് അറ്റോമിക് നമ്പർ, മാത്രവുമല്ല അറ്റോമിക് നമ്പർ കൂടി കൺസിഡർ ചെയ്തിട്ടാണ്. അറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് പീരിയോഡിക് ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നുണ്ട്. എന്താണ് ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി വാട്ട് യു മീൻ ബൈ എലമെന്റ്? എലമെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ് നിങ്ങൾ മീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? എലമെന്റ്, ആറ്റം, മോളിക്യൂൾ, കോമ്പൗണ്ട്. ദിസ് ഇസ് ദ 4 ബേസിക് വേർഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ബിഫോർ മൂവിംഗ് ടു ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, എലമെന്റ് എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾ, എന്താണ് കോമ്പൗണ്ട്. ലെറ്റ്സ് ഡിസ്കസ്. അപ്പൊ മക്കളെ, എലമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു സപ്പോസ് നിങ്ങളൊരു ഐസ്ക്രീം കടയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐസ്ക്രീംസ് സാർ ഇവിടെ വരയ്ക്കാം. അപ്പൊ ഐസ്ക്രീം കടയിൽ ഇങ്ങനെ നിങ്ങൾ ചെന്നു. അപ്പൊ അവിടെ കുറെ ഐസ്ക്രീം ഇരിപ്പുണ്ട്. ഒരു ബക്കറ്റിനകത്ത് കുറെ ഐസ്ക്രീമുകളുണ്ട്. ഓക്കെ. തൽക്കാലം നമുക്ക് ഇത് വാനില, ഒരു വൈറ്റ് കളറാണ്, സ്ട്രോബെറി, പിന്നെന്താണ് മാംഗോ. 3 ഐസ്ക്രീമാണുള്ളത്. അപ്പൊ നിങ്ങൾ ആ കടയിൽ ചെന്നിട്ട് ആ ചേട്ടനോട് ചോദിക്കണം, ചേട്ടാ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കൂപ്പാണുള്ളത്. അതായത് ഇങ്ങനത്തെ ചെറിയ, കണ്ടോ, ഈ സാഹചര്യത്താണ് നിങ്ങൾക്ക് ഐസ്ക്രീം തരുന്നത്. അപ്പോ ചെറിയ ഇങ്ങനത്തെ ഒരു എന്താണ് ഒരു കയ്യിലുണ്ട് അല്ലെ, ഒരു സ്പൂൺ ഉണ്ട്. ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ ചോദിച്ചത്, ചേട്ടാ വാനില വേണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു 30 രൂപയുടെ വാനില ഐസ്ക്രീം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചേട്ടൻ അതിൽ നിന്ന് എടുത്ത് ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ വെച്ച് തരും. ഓക്കെ, ക്ലിയർ?
അപ്പൊ നിങ്ങളുടെ പൈസ ഇല്ല. രണ്ടാമത്തെ വെക്കാൻ പോയപ്പോ നിങ്ങൾ പറഞ്ഞു ചേട്ടാ എനിക്ക് രണ്ടെണ്ണം വേണ്ട, ഒരെണ്ണം മതി, എന്റെ 30 രൂപയില്ല 15 രൂപ. ചേട്ടൻ പറഞ്ഞു 30 രൂപയാണല്ലോ മോനെ. ചേട്ടാ എന്നാലും ഏറ്റവും ചെറുത് ഒരെണ്ണം അത് മതി ചേട്ടാ, പൈസ ഇല്ല ചേട്ടാ. എന്നാ ശരി, എന്നാ ഒരെണ്ണം 15 രൂപ പറഞ്ഞു വാങ്ങിച്ചു അല്ലേ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോൾ എന്ന് പറഞ്ഞത് 1 സ്കൂപ്പാണ്. ഒരു സ്കൂപ്പ് മാത്രമാണ് നിങ്ങൾക്ക് ഇതിന് എടുക്കാൻ പറ്റുള്ളൂ. ഒരു സ്കൂപ്പ് കിട്ടിയല്ലോ. അങ്ങനെ ഒരു സ്കൂപ്പ് നിങ്ങൾക്ക് തന്നത് എന്താണ്? വാനിലയാണ്. എന്താണ്? വാനിലയാണ്. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആറ്റം. ഓക്കെ, വാനിലയുടെ ആറ്റം. മനസ്സിലായോ? അപ്പൊ വാനിലയെ നമ്മൾ എന്ത് പറയും? അതായത് ഇതിനകത്ത് നിറച്ചിരിക്കുന്ന വാനില ഐസ്ക്രീമിനെ നമ്മൾ എന്ത് പറയും? ദിസ് ഈസ് എലമെന്റ്. എന്താണ്? വാനിലയുടെ എലമെന്റ്. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു എടാ ഒരു കാര്യം ചെയ്യും, ഞാൻ 15 രൂപ തരാം, നീ ഒരു സ്കൂപ്പ് കൂടി വാങ്ങിച്ചു അതിനകത്ത്. ഓക്കെ, അപ്പൊ ചേട്ടാ ഒരെണ്ണം എടുത്ത് തന്നിരുന്നു. അപ്പൊ ആ ചേട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരെണ്ണം തന്നതിന് പകരം 2 എണ്ണം തന്നു. അപ്പൊ ഇതും വാനില, ഇതും വാനില. മനസ്സിലായോ? അപ്പൊ ഇത് ആറ്റമാണ്. ഇതെന്താ സാധനം? ഇത് 2 ആറ്റമാണ് അല്ലെ. ആറ്റം 1, ആറ്റം 2. ക്ലിയർ? അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്യൂൾ. എന്താണ്? മോളിക്യൂൾ. ക്ലിയർ? അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു എടാ ഞാനും ഒരു ഐസ്ക്രീം വാങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ തരാമല്ലോ, ഐസ്ക്രീം എടുക്കട്ടെ. അപ്പൊ ഏത് ഐസ്ക്രീമാണ് വേണ്ടേ എന്ന് ചോദിച്ചു. കൂട്ടുകാരൻ പറഞ്ഞു എനിക്ക് ഒരു വാനിലയും ഒരു സ്ട്രോബെറിയും വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ആ കൂട്ടുകാരന് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ദിസ് ഈസ് വാനില, സ്ട്രോബെറി. ഓക്കെ, ഇതിന്റെ പേരാണ് എന്ത്? കോമ്പൗണ്ട്. എന്താണ്? കോമ്പൗണ്ട്. അപ്പൊ മക്കളെ എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾ, എന്താണ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു നോക്കി. എന്താണ് എലമെന്റ്? ഈ വാനില, ഈ സ്ട്രോബെറി, ഈ മാംഗോ ഓരോന്നിനും വ്യത്യസ്ത കളറല്ലേ, വ്യത്യസ്ത രുചിയല്ലേ, ഇത് ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്, കുറെ ആറ്റങ്ങൾ ചേർന്നതല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എലമെന്റ്. കിട്ടിയല്ലോ. അപ്പൊ ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റമാണോ? അല്ല. അപ്പൊ വാനില എന്ന് പറയുന്ന പ്രത്യേക ടേസ്റ്റ് ഉള്ള അതിനെ നമ്മൾ എന്ത് വിളിക്കും? എലമെന്റ് എന്ന് വിളിക്കും. അതിനകത്ത് ഏറ്റവും ചെറിയ കണിക, ഏറ്റവും ചെറിയ സ്കൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ആറ്റം എന്ന് വിളിക്കും. അത് തന്നെ 2 എണ്ണം വന്നാൽ നമ്മൾ അതിന് എന്ത് വിളിക്കും? മോളിക്യൂൾ എന്ന് വിളിക്കും. ഓക്കെ, എന്നാൽ അത് ഒരെണ്ണവും വേറൊരു എലമെന്റിന്റെ ആറ്റവും, ഇവിടെ വാനിലയുടെ ആറ്റവും സ്ട്രോബെറിയുടെ ആറ്റവും 2 ഡിഫറെന്റ് ആറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് എന്താണ്? കോമ്പൗണ്ട്. മനസ്സിലായോ? എന്താണ്? കോമ്പൗണ്ട്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം, സാറേ ഇത് കോമ്പൗണ്ട്, ഇത് മോളിക്യൂൾ, അങ്ങനെയാണോ? അല്ല, ഇത് മോളിക്യൂൾ തന്നെയാണ്. അപ്പൊ സാർ പറഞ്ഞു ഇതാണ് മോളിക്യൂൾ എന്ന്. മോളിക്യൂളിന്റെ ഡെഫിനിഷനിൽ മോർ ദാൻ 1 ആറ്റം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മോളിക്യൂൾ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മോളിക്യൂൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇത് ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കും, ഇത് ഓക്സിജൻ ആണെന്ന് വിചാരിക്കും. അപ്പോ ഇവിടെ നിങ്ങൾ ഹൈഡ്രജന്റെ ഒരു ആറ്റം, ഓക്കെ, ഇതോ ഹൈഡ്രജന്റെ ഒരു മോളിക്യൂൾ H2. ഇത് ഹൈഡ്രജൻ മോളിക്യൂൾ ആണെന്ന് പറയാൻ കാരണം ഇതിൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുണ്ട്. ഇത് ഹൈഡ്രജൻ ആറ്റമാണെന്ന് പറയാൻ കാരണം ഇതിൽ ഒരാറ്റമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ എന്താണ് 2 ഹൈഡ്രജനും, ഓക്കെ, ഇവിടെ ഒരു സ്കൂപ്പും കൂടി നിങ്ങൾ വാങ്ങിച്ചു. അപ്പോ 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ഓക്കെ, ദിസ് ഈസ് വാട്ടർ. ഈ വാട്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? കോമ്പൗണ്ട്. എന്ത് വിളിക്കും? കോമ്പൗണ്ട്. ബിക്കോസ് ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ, 2 വ്യത്യസ്ത ആറ്റങ്ങളുണ്ട്. പക്ഷേ അത് വാട്ടർ മോളിക്യൂൾ എന്നും വിളിക്കും. അപ്പൊ എന്താണ് മോളിക്യൂള്? മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനും മോളിക്യൂൾ എന്ന് വിളിക്കും. ഓക്കെ, വ്യത്യസ്ത ആറ്റങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കോമ്പൗണ്ട് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. യെസ്. അപ്പോ ആറ്റം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളാണ്, ഏറ്റവും ചെറുതാണ്. അതായത് ആ ഒരു എലമെന്റിന്റെ ഏറ്റവും ചെറുതാണ് എന്ത്? ആറ്റം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും ചെറുത്. അപ്പോ ഈ ആറ്റത്തിന് വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ എന്താണ് പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തിയറി ആയിരുന്നു, ജോൺ ഡാൽട്ടണൊക്കെ. പിന്നീട് നമ്മൾ പല ഡിസ്കവറീസ് വന്നു കഴിഞ്ഞപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചു, ഇലക്ട്രോൺ കണ്ടുപിടിച്ചു, മനസ്സിലായോ, ന്യൂട്രോൺ കണ്ടുപിടിച്ചു, ജെയിംസ് ചാഡ്വിക്ക്. അപ്പൊ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആറ്റം എന്ന് പറയുന്നത് വിഭജിക്കാൻ കഴിയുന്ന, എന്നാൽ അതിന് താഴേക്ക് പോയി കഴിയുന്ന എലമെന്റ്സ് ആണ് നമുക്ക്
ഒരു ഘടകമാണെന്ന് മനസ്സിലായി. അതായത് ആറ്റത്തിനെ വിഭജിച്ച് നമുക്ക് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളൊക്കെ ആക്കി മാറ്റാൻ കഴിയും. വീണ്ടും പ്രോട്ടോണുകൾ വിഭജിച്ച് നമുക്ക് കോറംസ്, പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ കണങ്ങളെ മാറ്റാൻ കഴിയും. പക്ഷേ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫെർമിയോൺസ് എന്ന് പറയുന്ന ഇത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഫെർമിയോൺസിനെ നമുക്ക് വിഭജിക്കാൻ കഴിയില്ല. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വളരെ വെരി ഫണ്ടമെന്റൽ ആയിട്ടുള്ള പാർട്ടികളാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിന്റെ ചില പ്രോപ്പർട്ടീസുകളാണ്, അതിന്റെ അറേഞ്ച്മെന്റുകളാണ് ഒരു ആറ്റത്തിനെ വ്യത്യസ്തനാകുന്നത്. മനസ്സിലായോ? അപ്പോ എങ്ങനെയാണ് ഈ ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്, എങ്ങനെയാണ് ഇലക്ട്രോൺസ് ആറ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടന്നു. അപ്പൊ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ജെ തോമസൺ ആണ്. കാരണം അദ്ദേഹമാണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, അദ്ദേഹം എങ്ങനെ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ അതിലൊരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഗ്ലാസ് ട്യൂബ്, ഈ ഗ്ലാസ് ട്യൂബിനകത്ത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു മെറ്റൽ വെക്കുന്നു, ഇവിടെ ഒരു മെറ്റൽ വെക്കുന്നു, എന്നിട്ട് വൈദ്യുതി കടത്തി. മനസ്സിലായോ? അപ്പൊ വൈദ്യുതി നമ്മൾ കടത്തി വിടുമ്പോൾ ദിസ് ഇസ് പോസിറ്റീവ് നെഗറ്റീവ്. വൈദ്യുതി ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റേ ഇങ്ങനെ പോയതായിട്ട് അന്നത്തെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. അപ്പൊ ജെ തോമസ് എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. അപ്പൊ ഈ വന്ന ആള് എന്ത് ചെയ്തു, ഇങ്ങനെ നേരെ പോവാതെ ഇങ്ങനെ വളഞ്ഞു പോയി. കണ്ടോ? അതായത് ഈ പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അദ്ദേഹം ആ പാർട്ടിക്കിൾസിനെ ഇലക്ട്രോൺ എന്ന് പേരിട്ടു. ഇതാണ് ഇലക്ട്രോൺ. അപ്പൊ അന്ന് വരെ ഇലക്ട്രോൺ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കപ്പെട്ടില്ല. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്നു, ഈ ഇലക്ട്രോൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒരു മോഡൽ കൊണ്ടുവന്നു. പ്ലം കേക്കിംഗ് മോഡൽ, പ്ലം പുഡിംഗ് കേക്കിംഗ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കേക്കാണ്, പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കേക്കാണ്, അതിനകത്ത് മുന്തിരി വെച്ചിരിക്കുന്നത് പോലെ ഇലക്ട്രോൺ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണെന്ന് ആര് പറഞ്ഞു? ജെ തോമസൺ പറഞ്ഞു. അപ്പൊ ആദ്യം നോക്കുമ്പോൾ നമ്മൾ ശരിയാണ്, കാരണം ഈ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് അത് ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതിനെയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാത്തത്. അത് ന്യൂട്രൽ ആണ്. അപ്പൊ അന്നത്തെ കേസിൽ അത് ഓക്കെയാണ്, അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ഓക്കെയാണ്. മനസ്സിലായോ? ബട്ട് അതിനുശേഷം വന്ന സയന്റിസ്റ്റുകള്, നമ്മുടെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് ആണ് നമ്മുടെ റൂദർഫോർഡ്. അദ്ദേഹത്തിന്റെ ഗോൾഡ് കോയിൽ എക്സ്പെരിമെന്റ് ഉണ്ട്. അദ്ദേഹം ഒരു തിൻ ഗോൾഡ് ഇങ്ങനെ എടുത്തു, ഗോൾഡിന്റെ പ്ലേറ്റ്, സ്വർണത്തിന്റെ. എന്നിട്ട് അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിൽ നിന്നും ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലൂറസെന്റ് പദാർത്ഥത്തിന്റെ ഒരു സ്ക്രീനിലേക്ക് അദ്ദേഹം അത് പതിപ്പിച്ചു. അപ്പോ ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജ് ആണ്. നമുക്കറിയാം പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യില്ല, റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പോ ഇത് വന്നിട്ട് ഇതിനകത്തൊരു ഗോൾഡിന്റെ ഒരു ആറ്റം എടുക്കാന്ന് വിചാരിക്കാം. ഇത് വന്ന് ഇവിടെ ഈ സെന്ററിലുള്ള പോസിറ്റീവ് ചാർജിൽ വന്ന് ഇടിച്ചിട്ട് റിട്ടേൺ വന്നു. മനസ്സിലായോ? അപ്പൊ വരുന്നത് പോസിറ്റീവ് ചാർജ്, സെന്ററിൽ പോസിറ്റീവ് ചാർജ്, ഇത് ഇടിച്ച് റിട്ടേൺ വന്ന ആ സെന്റർ എന്താണെന്ന് മനസ്സിലാക്കാം, അത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. അദ്ദേഹം അതിനെ ന്യൂക്ലിയസ് എന്ന് പേരിട്ടു. എന്താണ് അദ്ദേഹം ഇട്ട പേര്? ന്യൂക്ലിയസ്. അതായത് ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജ് ഉള്ള ഈ റേ, ആൽഫ റേ വന്ന് ഇടിക്കുന്നു ആറ്റത്തിൽ, എന്നിട്ട് റിട്ടേൺ വരുന്നു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 20,000 പേരെ നമ്മൾ വിട്ടാൽ ഒരാളാണ് റിട്ടേൺ വരുന്നത്. ഓക്കെ, ബാക്കി എല്ലാവരും ആ ആറ്റത്തിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോയി. കണ്ടോ? മനസ്സിലായോ? ക്ലിയർ ആയോ? അതായത് ഒന്നും കൂടി സാറൊന്ന് വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ് ആറ്റം എന്ന് വിചാരിക്കുക. ഇവിടുന്ന് വരുന്ന ഇതാണ് ആറ്റത്തിന്റെ സെന്റർ. ഇവിടുന്ന് വരുന്ന എലമെന്റ്സ് എല്ലാം ആറ്റത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി. ഇവിടുന്ന് വരുന്ന ഈ റേ എല്ലാം കടന്നുപോയി. ഇതിന്റെ അടുത്തെത്തിയപ്പോ ഇങ്ങനെ വളഞ്ഞു പോയി. കണ്ടോ? കാരണം ഈ വരുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ നടുവിൽ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. മനസ്സിലായോ? ബാക്കി എന്റെ റീജിയൻ എം ടി ആണെന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയം എടുക്കുക, അതിനകത്ത് ക്രിക്കറ്റിന്റെ പിച്ച് എടുക്കുക, സെന്ററിലുള്ള പിച്ച്, അതിനകത്ത് ഒരു ക്രിക്കറ്റ് ബോൾ വെക്കുക. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൂടെ ഇങ്ങനെ ഓടിക്കൂടെ? ഇതാണ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ. കണ്ടോ? ഓൺലി ദിസ് സ്മോൾ പോർഷൻ, ഈ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് എന്തുള്ളൂ? പോസിറ്റീവ് ചാർജ് ഉള്ളൂ. അതൊരു വലിയ കണ്ടുപിടുത്തമാണ്. മനസ്സിലായോ? അതുവരെ ജെ തോമസൺ പറഞ്ഞ എല്ലായിടത്തും പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കേക്ക് പോലെയാണ്. കേക്കിന്റെ ഒരു ഭാഗത്തും നമ്മൾ ടേസ്റ്റ് ചെയ്ത സെയിം ടേസ്റ്റ് ആയിരിക്കും അല്ലെ എല്ലാ ഭാഗത്തും, അല്ലെ? ഒരേ അനുപാതത്തിലാണ്. അതുപോലെയാണെന്നാണ് ജെ തോമസൺ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. നമ്മള് ഒരു ആറ്റം കളിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും സെന്ററിൽ വളരെ ചെറിയ പോർഷനിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിങ്ങൾ ആ പിച്ചിൽ ഒരു ബോൾ വെച്ചാൽ
ആ ബോളിന്റെ അത്രയും വലിപ്പമുള്ള എന്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അത്രയും ചെറുതാണ്. ബാക്കി ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അത്രയും ഭാഗം ആറ്റത്തിന്റെ ഉള്ളില് എംപ്റ്റി ആണ്. മനസ്സിലായോ? അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മോഡൽ കൊണ്ടുവന്നു, റൂദർഫോർഡിന്റെ മോഡൽ. ആ മോഡൽ അനുസരിച്ചിട്ട് പ്ലാനറ്ററി മോഡൽ എന്ന് പറയും. അപ്പൊ ആറ്റത്തിന് നമുക്കൊരു മോഡൽ പറയണമല്ലോ. ആ മോഡൽ അനുസരിച്ചിട്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞത് നമുക്ക് സൂര്യന് ചുറ്റും, നമ്മുടെ സൂര്യന് ചുറ്റും എന്താണ് ഭൂമി കറങ്ങുന്നുണ്ടല്ലോ, ഭൂമി കറങ്ങുന്നുണ്ട് അല്ലെ. ദിസ് ഇസ് സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, ഇതേപോലെയാണ് എന്താണ് ഒരു ന്യൂക്ലിയസിന് ചുറ്റും, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ് വിചാരിക്കുക. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ എന്താണ് റിവോൾവ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അതായത് സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഈ പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കറങ്ങുന്നു. അപ്പൊ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ് ജേക്കബ് ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. ഈ ന്യൂക്ലിയസിനെ പോസിറ്റീവ് ചാർജ് ആണ് റൂദർഫോർഡും തെളിയിച്ചു. ഈ പോസിറ്റീവ് ചാർജ് വരുന്ന കണികളുടെ പേരെന്താണ്? പ്രോട്ടോൺ. പ്രോട്ടോൺ. മനസ്സിലായോ? അങ്ങനെ പ്രോട്ടോൺ അവിടെ ഡിസ്കവർ ആയി. പക്ഷെ അതിനകത്ത് ന്യൂട്രോൺ ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ജെയിംസ് ചാഡ്വിക് ആണ് പിന്നീട് ചാർജ് ഒന്നുമില്ലാത്ത ഒരു കണികയൂടി ന്യൂക്ലിയസിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത്. അതാണ് ന്യൂട്രോൺ. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അതെല്ലാവർക്കും ഇഷ്ടമായി, നല്ല അടിപൊളി മോഡലാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആദ്യം ഈ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്ന സ്ഥലത്ത് 2 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 2 ഇലക്ട്രോൺ. പിന്നത്തെ ലൈനിൽ അതെന്തായിരിക്കും? 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. 2, 4, 6, 8. ഓക്കെ, അപ്പൊ ഈ പ്ലാനറ്ററി മോഡൽ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത്, ശരിയല്ലേ? നമ്മൾ ആദ്യം ചെറുപ്പത്തിൽ ഇങ്ങനെയാണ് ആറ്റത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചാർജുള്ള കണികകൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ദേ പ്രൊഡ്യൂസ് എന്താണ് റേഡിയേഷൻസ്. അവർ പുറത്തേക്ക് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ചാർജുള്ള ഒരു കണി ഇങ്ങനെ പോയി കുറച്ചു നേരം കഴിയുമ്പോൾ എന്റെ പാത്ത് മാറും. കാരണം എന്റെ എനർജി കുറഞ്ഞു ലാസ്റ്റ് ന്യൂക്ലിയസിൽ വന്ന് ഇടിച്ച് ആ ന്യൂക്ലിയസ് ആ അറ്റം തന്നെ ഇല്ലാണ്ടായിപ്പോ. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജന്റെ പ്രോട്ടോൺ. ഓക്കെ, ഇത് ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ. ഇവര് പരസ്പരം എന്താണ് അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഒരാൾ പോസിറ്റീവ് ചാർജ്, ഒരാൾ നെഗറ്റീവ് ചാർജ്. എന്നിട്ട് ഈ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിന്റെ എനർജി നഷ്ടപ്പെട്ട് ഇലക്ട്രോൺ വന്നിട്ട് ഈ സെന്ററിൽ എത്തിക്കണം. അങ്ങനെ അത് ന്യൂട്രലായി ക്യാൻസൽ ആയി. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മുടെ ഈ ആറ്റങ്ങൾ, നമ്മൾ ഉൾപ്പെടെ നമ്മളൊക്കെ ഉണ്ടാക്കിയ ആറ്റങ്ങൾ വെച്ചിട്ടാണ് എല്ലാം. അങ്ങനെ തന്നെയല്ലേ? കണ്ടോ, ഇതൊക്കെ ഇത് ക്യാൻസൽ ആയി പോകാം. അങ്ങനെ ഇത് അപ്രത്യക്ഷമായി പോകണം അല്ലെ? അപ്പൊ ഈ ഒരു മോഡലിന് ഒരു പാളിച്ചയുണ്ട്. എന്താണ്? ഇത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് ഇവിടെ വന്ന് ഇടിക്കണം, പക്ഷെ അങ്ങനെ ഇടിക്കുന്നില്ല. സോ റൂദർഫോർഡ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. എന്തുകൊണ്ട് ആറ്റങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, എന്തുകൊണ്ട് ആറ്റം അതായത് ന്യൂട്രൽ ആയിട്ട് പോകുന്നില്ല. സോ ഇതിന്റെ ആൻസറുമായിട്ടാണ് ഫേമസ് സയന്റിസ്റ്റ് നീൽസ് ബോർ വരുന്നത്. ഓക്കെ, അദ്ദേഹം എന്താണ് പറഞ്ഞത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മക്കളെ, സയൻസിലൊരു പ്രത്യേകത ഉള്ളത് വെച്ചാൽ നമ്മൾ ഇതാണ് ശരി. ഓക്കെ, ഇങ്ങനെ പോകുന്ന സമയത്ത് വേറെ അതങ്ങനല്ല എങ്ങനെയാണ്, അതാണ് ശരി എന്ന് പറയുന്നത് വേറെ അതങ്ങനല്ല, അതിങ്ങനെയാണ്. പക്ഷെ അതങ്ങനെയല്ല എങ്ങനെയാണെന്നുള്ളത് നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ പ്രശ്നം? ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ പുറത്തേക്ക് എനർജി റിലീസ് ആവും. അപ്പൊ അത് വന്ന് ന്യൂക്ലിയസിന് ഇടിക്കും. ഇതായിരുന്നു പ്രശ്നം. അപ്പൊ ഈ പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ട് നീൽസ് ബോർ വന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് ഒരു പ്രത്യേക വഴിയുണ്ട്, പാത്തുണ്ട്. പാത്ത് എറൗണ്ട് ദ ന്യൂക്ലിയസ്. കിട്ടിയല്ലോ? എന്താ പറഞ്ഞത്? ഇത് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് സഞ്ചരിക്കാൻ ഒരു പാത്തുണ്ട്. ആ പാത്തിനെ അദ്ദേഹം ഓർബിറ്റ് എന്ന് വിളിച്ചു. എന്താണ് അദ്ദേഹം വിളിച്ചതിന്റെ പേര്? ഓർബിറ്റ്. ഓർബിറ്റൽ അല്ല, ഓർബിറ്റ്. ശ്രദ്ധിക്കണം. അത് ഒരു പ്രത്യേക എനർജി ലെവലാണെന്ന് പറഞ്ഞു. എനർജി ലെവൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു മുന്നേ നമ്മൾ ഈ പറഞ്ഞ ഇരുമ്പ്, നിങ്ങൾ ഈ ഇരുമ്പ് കണ്ടിട്ടുണ്ടാവില്ല, അയൺ നമ്മളിങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ചുമന്ന് വരും അല്ലെ? അപ്പൊ അതിൽ നിന്ന് എന്താണ് റേഡിയേഷൻസ് പുറത്തേക്ക് വരും. ഓക്കെ,
ആ റേഡിയേഷൻസിനെ കുറിച്ച് അന്ന് ആർക്കും ഒരു അറിവുണ്ടായിരുന്നില്ല. അപ്പൊ ജെയിംസ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആ റേഡിയേഷൻസിനെ കുറിച്ച് പഠനം നടത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ റേഡിയേഷൻസ് ഉണ്ടാവുന്നത് അതിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി, നിങ്ങൾ ഫ്രീക്വൻസി പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിൽ, ഫ്രീക്വൻസി ഇൻറ്റു ഒരു സ്ഥിരമായിട്ടുള്ള നമ്പറാണ്. ആ സ്ഥിരമായിട്ടുള്ള നമ്പർ അദ്ദേഹം എച്ച് എന്ന് വിളിച്ചു. എച്ച്, അത് നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടുന്ന് വരുന്ന ഈ റേയുടെ എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു. കിട്ടിയോ? എച്ച് ന്യൂ. ക്ലിയർ ആണല്ലോ? അതായത് ഇവിടുന്ന് വരുന്നത് ഒരു റെഡ് ലൈറ്റ് ആണെങ്കിൽ റെഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസി ഇൻറ്റു ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വരുന്ന ആളുടെ എനർജി കിട്ടും. അപ്പോ ആ എനർജി കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് റെഡിന്റെ എനർജി ഇത്രയാണ്, എനർജി ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു റെഡിന്റെ എന്താണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ ന്യൂ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഒരു കൃത്യമായിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു പാക്കറ്റ് ഓഫ് എനർജി, പാക്കറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം. ഓക്കെ, അപ്പൊ പുള്ളിക്കാരനാണ് ഈ ക്വാണ്ടം എന്ന് പറയുന്ന സംഭവം നമ്മളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ നീൽസ് ബോറിനൊക്കെ ഇഷ്ടമായി. ക്വാണ്ടം കൊള്ളാല സംഭവം അടിപൊളിയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നീൽസ് ബോർ പറഞ്ഞു ഇതേപോലെ തന്നെ ഇവിടെ കണ്ടോ എച്ച് ന്യൂ ഒരു പ്രത്യേക എനർജിയാണ്, ഓരോ വേവ്സിനും പ്രത്യേകം. ഇവിടുന്ന് റെഡ് വന്ന റെഡിന്റെ ഫ്രീക്വൻസി ഇൻറ്റു ഈ പ്ലാങ്ക്സിന്റെ സ്ഥിരസംഖ്യ അതുകൊണ്ട് ഗുണിക്കണം. ഇവിടുന്ന് വയലറ്റ് വന്നാലോ വയലറ്റിന്റെ ഫ്രീക്വൻസി ഇൻറ്റു ഇത്. ഓക്കെ, അപ്പൊ കളർ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഓരോ എനർജി പാക്കറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നീൽസ് ബോർ പറഞ്ഞത് ഈ ഫസ്റ്റ് എനർജി ലെവൽ, ഈ ഫസ്റ്റ് എനർജി ലെവലിന് ഒരു പ്രത്യേക എനർജി ഉണ്ട്, അത് ഒരു ഫിക്സ്ഡ് എനർജിയാണ്. ഓക്കെ, ക്വാണ്ട. ക്ലിയർ? നേരത്തെ നമ്മുടെ പ്ലാങ്ക്സ് പറഞ്ഞതുപോലെ ഒരു ഫിക്സ്ഡ് എനർജി ആണെന്ന് പറയും. ഇതേ സമയങ്ങളിൽ തന്നെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്ന ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ലൈറ്റ് വന്ന് ചില പദാർത്ഥങ്ങളിൽ ഇടിക്കുമ്പോൾ ഇവിടെ നിന്നും ഇലക്ട്രോൺസ് ചാടി പുറത്തേക്ക് പോകും. അതായത് നിങ്ങൾ ലൈറ്റ് ഇടിക്കുമ്പോൾ ചില മെറ്റൽസ് ഇങ്ങനെ തിളങ്ങണ കാണാം. ഓക്കെ, പ്രത്യേകിച്ച് CCM പോലെയുള്ളത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിടിക്കുന്ന ലൈറ്റിലെ ചില ഫ്രീക്വൻസികള് എച്ച് ന്യൂ, അവർക്കൊരു എനർജി ഉണ്ട്. മനസ്സിലായോ? ആ എനർജി കൊണ്ടിട്ടാണ് ഇലക്ട്രോൺസ് ചാടി പോകുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിന് അദ്ദേഹത്തിന് 6 കോടി രൂപ വിലയുള്ള പ്രൈസ്, അതായത് നോബൽ പ്രൈസ് ലഭിച്ചു. ആലോചിച്ച് ഇത് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തതിനാണ്. ഇത് കണ്ടുപിടിച്ചത് അദ്ദേഹമല്ല, പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ഓൺ ദ ബേസിസ് ഓഫ് എന്താണ് ജെയിംസ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പൊ തന്നെ ക്വാണ്ടം തിയറി അങ്ങോട്ട് പ്രചരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി സംഭവമാണെന്ന് മനസ്സിലായത്. അതായത് ഈ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിന്റെ, അതായത് വന്ന് ഇടിക്കുന്ന ആളുടെ എനർജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി ഇൻറ്റു എച്ച് ആയിരിക്കും എന്ന് അദ്ദേഹം തെളിയിച്ചു. അതേ ബേസിസ് തന്നെ നമ്മുടെ നീൽസ് ബോറും പറഞ്ഞു ഇതാണ് ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ഒരു പ്രത്യേക എനർജി ലെവലിലാണ്. മനസ്സിലായോ? അദ്ദേഹം അതിനെ ഓർബിറ്റ് എന്ന് വിളിച്ചു. ക്ലിയർ? അദ്ദേഹം അതിനെ ഓർബിറ്റ് എന്ന് വിളിച്ചു. അത് ഫിക്സ്ഡ് ആണ്, ആ എനർജി ലെവൽ ഫിക്സ്ഡ് ആണ്. മനസ്സിലായോ? ഇലക്ട്രോൺസ് ഡു നോട്ട് എന്താണ് എമിറ്റ് റേഡിയേഷൻസ്. അതുകൊണ്ട് ആ എനർജി ലെവലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നില്ല, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അതിനൊരു പേരിടാൻ പോവുകയാണ്, അതിന്റെ പേരാണ് കേശൽ. അദ്ദേഹം ഇട്ട പേരാണ് കേശൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ കേശലില് നമുക്ക് മാക്സിമം പോയാൽ 2 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാൻ പറ്റും. 1 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. മനസ്സിലായോ? സോ ദിസ് ഈസ് ഫസ്റ്റ് ഷെൽ. എന്നിട്ട് അദ്ദേഹം അതിനൊരു പേര് കൊടുത്തു n = 1. നമ്പർ കൊടുത്തു n = 1. കിട്ടിയോ? ക്ലിയർ? എന്നിട്ട് പറഞ്ഞു അടുത്ത ഷെല്ല് വരുമ്പോ ഓക്കെ എത്ര ഇലക്ട്രോൺസ് എന്ന് കണ്ടുപിടിക്കാൻ, ആ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ അദ്ദേഹം ഒരു ഫോർമുല ഡിറൈവ് ചെയ്തു, 2n². കിട്ടിയോ? എന്താണ് 2n²? അങ്ങനെ നോക്കുമ്പോ രണ്ടാമത്തെ ഷെല്ല് n = 2. എന്റെ പേര് K കഴിഞ്ഞിട്ടുള്ള പേര് കൊടുക്കുക L. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. രണ്ടാമത്തെ ഷെല്ല് L ആണ്, അതിന്റെ നമ്പർ n = 2 ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ×
എന്നിന്റെ വില 2. ഇവിടെ 2 കൊടുക്കുക. 2 സ്ക്വയർ ദാറ്റ് ഈസ് 2 ഇൻറ്റു 4 8 ഇലക്ട്രോൺസ് ഉണ്ട്. കിട്ടിയല്ലോ. അപ്പൊ ആ 8 ഇലക്ട്രോൺസ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? നമുക്ക് നോക്കാം. അപ്പോ അദ്ദേഹം പറഞ്ഞു എനർജി ലെവൽ നമുക്കതിന് എന്താണ് n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഷെൽ അതിന് വേറൊരു പേര് കൊടുക്കും. n is equal to 1 ആണെങ്കിൽ പേര് k, this is n, this is n, this is n. ഓക്കെ. then number of ഇലക്ട്രോണിന്റെ എണ്ണം. ഓക്കെ, ഇലക്ട്രോണിന്റെ എണ്ണം പറയുമ്പോൾ ഇവിടെ n is equal to 1 ആണ്. അപ്പോൾ 2n സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 into 1 square that is equal to 2 into 1 2 2 ഇലക്ട്രോൺ. ഇവിടെ n is equal to 2 ആണ്. അപ്പോൾ 2 into 2 square എന്ന് പറയുമ്പോൾ 2 into 4 8 ഇലക്ട്രോൺ. ഇവിടെ n is equal to 3 ആണ്. അപ്പോൾ 2 into 3 square that is 2 into 9 18 ഇലക്ട്രോൺ. ഇവിടെ n is equal to 4 ആണ്. അപ്പോൾ 2 into 4 square 2 into 16 32 ഇലക്ട്രോൺ. സോ 32 18 8. ഇവിടെ എത്ര ഷെല്ല് സാറ് പറഞ്ഞു? 4 ഷെല്ല്. അതൊന്ന് വരച്ചു നോക്കി. ഇതാണ് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ്. ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, ഓക്കെ, ഫോർത്ത് ഷെല്ല്. സോ ദിസ് ഈസ് ദ മോഡൽ ഓഫ് എന്താണ് നീൽസ് ബോർ. ഓക്കെ, അപ്പൊ അതിനകത്ത് ദിസ് ഈസ് n is equal to 1. ഇവിടെ എന്താണ് n is equal to 2, n is equal to 3, n is equal to 4. ഇതിന്റെ പേര് പറയുമ്പോൾ ദിസ് ഈസ് k, this is L, and this is M, this is N. കണ്ടോ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ? ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെ 8 ഇലക്ട്രോൺസ്, ഇവിടെ 18 ഇലക്ട്രോൺസ്, ഇവിടെ എത്രയാണ്? 32 ഇലക്ട്രോൺസ്. സോ ദിസ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് നീൽസ് ബോർ. ഇപ്പൊ നീൽസ് ബോർ ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തത്. ക്ലിയർ ആണോ? അപ്പൊ ഈ മോഡൽ എല്ലാവർക്കും കുഴപ്പമില്ലാന്ന് തോന്നി. നല്ല മോഡലാണ്, അടിപൊളിയാണ്, സെറ്റപ്പാണ്, എല്ലാം മനസ്സിലാവുന്നുണ്ട് സാർ. കാരണം ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, ദെൻ അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, അടുത്ത ഷെല്ലിൽ അങ്ങനെ പോകുന്നു. ഷെല്ലുകൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. എനർജി ലെവലാണ്. ബട്ട് നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞ ഹൈഡ്രജൻ എടുക്കുകയാണ്. ഹൈഡ്രജനെ നമ്മൾ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ, അതിന്റെ വാത കൊടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ലൈറ്റ് വരും പുറത്തേക്ക്. അതെന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങള് നമ്മുടെ ഇവിടെ പോകാൻ വിചാരിക്കും, അതായത് അമ്പലത്തിലോ പള്ളിയിലേക്ക് ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ വെടിമരും അല്ലെ, മോളിൽ ചെന്ന് പൊട്ടി പല 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 നിറങ്ങൾ വരും അല്ലേ? ശരിയല്ലേ? കോപ്പർ എന്ന് പറഞ്ഞ എലമെന്റ്സ് ആണ് കത്തിക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് നമുക്ക് ബ്ലൂ കളർ വരും. മഗ്നീഷ്യം കത്തിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് കളറാണ് വരാം. മനസ്സിലായോ? അപ്പോ നിരവധി എലമെന്റ്സ് നമ്മൾ ഇതുപോലെ കത്തിക്കുകയാണെങ്കിൽ, ചൂടാക്കുകയാണെങ്കിൽ പല പല കളർ വരും. സോ ഈ കളർ വരുന്ന മനസ്സിലായോ? അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഹൈഡ്രജനെ ഇതേപോലെ നമുക്ക് എന്താണ്, ഹൈഡ്രജനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജനെ നമുക്ക് ചൂടാക്കാം. സപ്പോസ് ദിസ് ഈസ് ഹൈഡ്രജൻ. ഇതിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് പുറത്തേക്ക് എന്താണ് ഇങ്ങനെ പ്രകാശം, വിസിബിൾ ലൈറ്റ് വന്നു. ഓക്കെ, അത് നമ്മളൊരു സ്ക്രീനിൽ പതിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ എന്താണ് വൈറ്റ് എന്താണ് ഇങ്ങനെ ലൈനുകളാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതിനെ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പൊ ഈ അറ്റോമിക് സ്പെക്ട്രം ഉപയോഗിച്ചുകൊണ്ട് നീൽസ് ബോർ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നു എന്തുകൊണ്ട് ഇതുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ സാർ പറയാം. അതായത് ഫസ്റ്റ് ഷെല്ല് കെ, ഓക്കെ, ദിസ് ഈസ് സെക്കൻഡ് ഷെല്ല് എൽ, ഇത് എം, ഇത് എൻ. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഇലക്ട്രോണിന് സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാണ്, ഇവിടെയുള്ള ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ എനർജി എന്ന് പറയുന്നത്, നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഇവിടെയുള്ള ഈ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു -2 ആണ് ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ വരുമ്പോൾ അതിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു -5 ആണെന്ന് വിചാരിക്കും. കിട്ടിയല്ലോ? അപ്പൊ ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നിട്ട് ഇതിലിടിക്കുക. ഓക്കെ, ഇടിക്കാൻ വരുന്ന ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? സോറി, ഇതിനല്ല, ഇതിനിടിക്കുക. ക്ലിയർ ആണല്ലോ?
അപ്പൊ ഇടിക്കാൻ വരുന്ന ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത് നമുക്കിപ്പോ എന്തൊരു 7 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വന്ന് ഇടിക്കുന്ന ആള് ഈ 7 ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അതായത് 7 ആണ് ഇതിന്റെ എനർജി, ഇത് -2 ആയിട്ട് ആഡ് ചെയ്യുന്നു. സോ ദിസ് ബിക്കം +5. അപ്പോ ഈ ഇലക്ട്രോൺസ് എന്താണ്, എനർജി കിട്ടി ചാടി ഇവിടെ വരും. അതായത് ഇവിടെ വന്നിടിക്കുന്ന ഇലക്ട്രോൺ ഇവിടുന്ന് വരുന്ന ലൈറ്റിന്റെ എനർജി സ്വീകരിച്ചിട്ട് ചാടി മുകളിലേക്ക് പോകും. ദിസ് ഈസ് ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. കിട്ടിയോ? അതുപോലെ ഈ ഇലക്ട്രോണിന് ചാടി എന്താണ്, നേരെ ഇവിടെ വരാം, നേരെ മുകളിലേക്ക് പോവാം. ഇതൊക്കെ നമ്മൾ ഉയർന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇങ്ങനെ മുകളിലേക്ക് വന്ന ഇലക്ട്രോൺ സ്റ്റേബിൾ അല്ല, അത് തിരിച്ച് റിട്ടേൺ വരും. റിട്ടേൺ വരുമ്പോൾ അത് സ്വീകരിച്ച ചാർജ് എനർജി അത് റിലീസ് ചെയ്യും. അതാണ് നിങ്ങൾ കാണുന്ന ലൈറ്റ്. കിട്ടിയല്ലോ? അപ്പൊ അതെല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ വരാനെടുക്കുന്ന സമയം, അതിന്റെ എനർജി ഡിഫറൻസ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ വരകളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പറയുന്ന KLMN ഷെല്ലുകളുടെ എനർജി ലെവലാണെന്നൊക്കെ അദ്ദേഹം തെളിയിച്ചു. അങ്ങനെ ഹൈഡ്രജൻ സ്പെക്ട്രം ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നീൽസ് ബോർ തന്റെ അറ്റോമിക് മോഡലാണ് ഏറ്റവും സൂപ്പർ എന്ന് തെളിയിച്ചു. അപ്പൊ കുറെ നാള് നമ്മൾ അങ്ങനെയാണ് ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയി. മനസ്സിലായോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്, മഗ്നീഷ്യം. സാർ പറയും മഗ്നീഷ്യം കത്തിക്കുമ്പോൾ എന്ത് നിറമായിരിക്കും? വെള്ള നിറമായിരിക്കും. സോ മഗ്നീഷ്യം എവിടെയാണ് ഇരിക്കുന്നത്? മഗ്നീഷ്യത്തിന്റെ സിമ്പിൾ എന്താണ്? Mg, അറ്റോമിക് നമ്പർ 12. ഓക്കെ, ക്ലിയർ? യെസ്. മഗ്നീഷ്യം പീരിയോഡിക് ടേബിൾ എവിടെയാണ്? പീരിയോഡിക് ടേബിൾ നമുക്കറിയാം, ദിസ് ഈസ് ഹൈഡ്രജൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ബെർലിയം, മഗ്നീഷ്യം. അതാ. സോ മഗ്നീഷ്യത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഹിയർ, ഇവിടെയാണ്. അതായത് രണ്ടാമത്തെ ഗ്രൂപ്പിലാണ്. നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ളപ്പോൾ മഗ്നീഷ്യത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ കാണണം. ഓക്കെ, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അതായത് 12 പ്രോട്ടോണുകൾ പോസിറ്റീവ് ചാർജുള്ള കണികകൾ മഗ്നീഷ്യത്തിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ മഗ്നീഷ്യത്തിന്റെ ആറ്റം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 12 പോസിറ്റീവ് ചാർജ് ആണ് ന്യൂക്ലിയസിനകത്തുള്ളത്. അപ്പോ ഈ പോസിറ്റീവ് ചാർജുള്ള കണികകളെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോൺ. അതിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ അഥവാ Z എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോ മഗ്നീഷ്യത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 12 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ അക്കോർഡിംഗ് ടു നീൽസ് ബോർ എങ്ങനെയായിരിക്കും ഈ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട പോലെ ഷെല്ലുകളിലായിരിക്കും. ഫസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ 2 ഇലക്ട്രോൺസ് ആയി. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 അതിന്റെ ഇലക്ട്രോണിക് കോമ്പിനേഷൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലിൽ ആദ്യം എഴുതാം 2 ഇലക്ട്രോൺ. യെസ്. നെക്സ്റ്റ് ഷെൽ എത്ര ഇലക്ട്രോൺസ്? 2, 4, 6, 8 ഇലക്ട്രോൺസ്. അപ്പൊ അടുത്ത ഷെല്ലിൽ എന്ന് പറയുന്നത് 8 ഇലക്ട്രോൺസ്. അപ്പൊ എത്ര എണ്ണമായി? 2, 8, 10 അല്ലായുള്ളൂ. ഇവിടെ എത്ര എണ്ണം വേണം? 12 എണ്ണം വേണ്ടേ? അപ്പൊ ഇനി 2 എണ്ണം കൂടി വേണം. അപ്പൊ KLM 3 ഷെല്ല് വേണം. അപ്പൊ ലാസ്റ്റ് ഷെല്ല് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചു. സോ 2 ഇലക്ട്രോൺസ്. കിട്ടിയല്ലോ? ഇതാണ് മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലിയർ ആണ്? ഓക്കെ. അപ്പോ മഗ്നീഷ്യം എന്ന് പറയുന്ന എലമെന്റിന്റെ ലാസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോൺസേ ഉള്ളൂ. കിട്ടിയല്ലോ? കിട്ടി. അപ്പോ മഗ്നീഷ്യത്തിന് എന്ത് വേണം? സ്റ്റേബിൾ ആകണമെങ്കിൽ ഈ 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യണം. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും മഗ്നീഷ്യം ചെയ്യുമ്പോൾ ഈ ഷെല്ല് തന്നെ നമുക്ക് നോക്കിയാൽ ഇല്ലാണ്ടാവും. കണ്ടോ? അപ്പൊ മഗ്നീഷ്യം ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ചെറുതായിട്ട് കാണുന്നില്ല. അപ്പൊ ആ 2 ഇലക്ട്രോൺസ് മഗ്നീഷ്യം ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാവും. അത് ആർക്ക് കൊടുക്കും? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലോറിന് കൊടുത്തു എന്ന് വിചാരിക്കാം. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 2, 8, 10, 7, 17. അപ്പൊ ക്ലോറിന്റെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 17 പോസിറ്റീവ്. ഓക്കെ, ഫസ്റ്റ് ഷെല്ലിൽ എന്താണ്?
2 ഇലക്ട്രോൺസ്. സെക്കൻഡ് ഷെല്ലിൽ എന്താണ് 2, 4, 6, 8 ഇലക്ട്രോൺസ്. ഓക്കെ. തേർഡ് ഷെല്ലിൽ നമ്മൾ വരുമ്പോൾ എന്താണ് 2, 4, 6, 7 ഇലക്ട്രോൺ ഇവിടെ ഒരു സ്ഥലം ബാക്കിയുണ്ട്. മനസ്സിലായോ? അപ്പോഴാണ് മഗ്നീഷ്യം പറയുന്നത് എന്റെ കയ്യിലുള്ള 2 ഇലക്ട്രോൺസ് ഞാൻ തരാം. പക്ഷെ ക്ലോറിൻ പറഞ്ഞു എനിക്ക് 2 വേണ്ട, എനിക്ക് ഒരെണ്ണം മതി, ഒരെണ്ണത്തിലുള്ള സ്ഥലമുള്ളൂ. ശരി, ഒരെണ്ണം കൊണ്ടുവെക്കും. അങ്ങനെ ഈ 2 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും നേരം വരെ 17 പ്രോട്ടോണുകളാണ് 17 ഇലക്ട്രോണുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിലേക്ക് 1 ഇലക്ട്രോൺ വരുമ്പോൾ അയാളെ കൂടി പിടിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ എന്ത് ചെയ്തു? 5 പേരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചേരും. പെട്ടെന്ന് ഒരാൾ കൂടി വരും. അപ്പൊ അയാളെയും കൂടി ചേർക്കുമ്പോൾ ഈ 5 പേരിലുമുള്ള എന്റെ ബലം കുറയും. ജസ്റ്റ് ഇമാജിൻ, 5 പേരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ഒരാൾ കൂടി എന്ന് പറയുമ്പോൾ അയാളെ കൂടി ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഈ പിടിച്ചുകൊണ്ടിരിക്കുന്ന 5 പേരെ ലൂസാവും. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഈ 17 പോസിറ്റീവ് ചാർജ് ഇയാളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള ഇലക്ട്രോണുമേലുള്ള പുള്ള് കുറയും. അപ്പോ ഇതങ്ങോട്ട് ബിൽഡ് ആവും. നേരത്തെ സാറ് പറഞ്ഞു ഈ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഈ ആറ്റം ചെറുതാവുന്നു. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നത് വലുതാവും. കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. മാത്രവുമല്ല, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഇലക്ട്രോൺസ് ആണ് അല്ലെ? ഇവര് നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജിന് അടുത്തേക്കാണ് ഒരു നെഗറ്റീവ് ചാർജ് വരുന്നത്. അപ്പൊ അവർ പറയും തള്ളാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പോഴും ആറ്റം വലുതാവും. അങ്ങനെ വലുതായ ആറ്റത്തിന് എന്ത് സംഭവിച്ചു? ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ 18 ഇലക്ട്രോൺ ആയി. അകത്ത് 17 പോസിറ്റീവ് ചാർജ് ഉള്ളൂ. അപ്പൊ 17 പോസിറ്റീവ് ചാർജ് 17 ഇലക്ട്രോണുമായിട്ട് ന്യൂട്രൽ ആയി പോയി. ബാക്കി 1 ഇലക്ട്രോൺ ഇവിടെ എക്സ്ട്രാ ആയി. ആ 1 ഇലക്ട്രോൺ ക്ലോറിന്റെ മീതെ നമ്മൾ -1 എന്ന് പറഞ്ഞ് കാണിക്കും. കിട്ടിയോ? ഇതിനെ നമ്മൾ ആനയോൺ എന്നാണ് വിളിക്കുക. എന്താണ്? ആനയോൺ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട മഗ്നീഷ്യത്തിന്റെ മീതെ നമ്മൾ 2+ എന്ന് കാണിക്കും. ഇത് നമ്മൾ കാറ്റയോൺ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? കാറ്റയോൺ. അപ്പൊ മഗ്നീഷ്യം 1 ഇലക്ട്രോൺ ഒരു ക്ലോറിന് കൊടുത്തിട്ട് പിന്നെ 1 ഇലക്ട്രോൺ കൂടെ ഇല്ലേ, അത് വേറൊരു ക്ലോറിന് കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു ക്ലോറിൻ വന്നു, ആ ക്ലോറിന് 1 ഇലക്ട്രോൺ കൊടുത്തു. ഓക്കെ. ഇവിടെ ഒരു ക്ലോറിൻ വന്നു, ആ ക്ലോറിന് 1 ഇലക്ട്രോൺ കൊടുത്തു. അപ്പൊ എത്ര ക്ലോറിൻ വേണം മഗ്നീഷ്യത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടണമെങ്കിൽ? 2 ക്ലോറിൻ വേണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമുക്ക് ഒരു മഗ്നീഷ്യവും 2 ക്ലോറിനും ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. എന്തുകൊണ്ട് മഗ്നീഷ്യം Cl എന്ന് എഴുതിയില്ല? അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം മഗ്നീഷ്യം 1 ക്ലോറിന് മാത്രം കൊടുത്താൽ മഗ്നീഷ്യം സാറ്റിസ്ഫൈഡ് അല്ല, 2 പേരെ പുറത്താക്കണം. അപ്പൊ മഗ്നീഷ്യം 2 ക്ലോറിന് കൊടുത്തു. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയാണ് ഉണ്ട്. അതെന്താണ്? മോളിക്യൂൾ ആണോ? അതെ. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മോളിക്യൂൾ ആണ്. കോമ്പൗണ്ട് ആണോ? അതെ. വ്യത്യസ്ത ആറ്റങ്ങളാണെങ്കിൽ അത് കോമ്പൗണ്ട് ആണ്. അപ്പോൾ വ്യത്യസ്ത ആറ്റങ്ങളായിട്ടുള്ള ഇവരെ നമ്മൾ എന്താണ് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്? കോമ്പൗണ്ട് എന്ന് പറയുന്നത് മോളിക്യൂൾ ആണ്. പക്ഷെ എല്ലാ മോളിക്യൂളും കോമ്പൗണ്ട് അല്ല. ഹൈഡ്രജൻ ചേർന്ന H2, ഓക്കെ, അത് മോളിക്യൂൾ ആണ്. രണ്ടും ഒരേ ആറ്റമാണ്, അതിന് കോമ്പൗണ്ട് എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മഗ്നീഷ്യം ക്ലോറിൻ ചേർന്നപ്പോൾ അതും മോളിക്യൂൾ ആണ്. ഒന്നിൽ കൂടുതൽ ആറ്റം ഉണ്ട്. പക്ഷെ അതിനെ കോമ്പൗണ്ട് എന്ന് കൂടി വിളിക്കാൻ കാരണം രണ്ട് എലമെന്റ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റങ്ങളാണ്. ക്ലിയർ ആണോ? അപ്പോ ഒരാൾ രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാൻ കാരണം എന്ന് പറയുന്നത് ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ആണ്. ഈ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എലമെന്റ്സ് എന്തിൽ ഏർപ്പെടുന്നത്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. സോ ഹിയർ ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള കാറ്റോണും ആനയോണും ഉണ്ടാവുകയും അവർ തമ്മിൽ അട്രാക്ട് ആവുകയും ചെയ്തപ്പോൾ ദിസ് ഈസ് നോൺ ആസ് അയോണിക് ബോണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? അയോണിക് ബോണ്ട്. ബട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിലും കാർബണിന്റെ കേസ് പറഞ്ഞപ്പോ കാർബൺ ഉണ്ടാക്കുന്നത് അയോണിക് ബോണ്ട് അല്ല, ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാണ്. ഓക്കെ. അവിടെ നമ്മൾ കാണുന്നത് കോവാലന്റ് ബോണ്ട്. മനസ്സിലായോ? ഇവിടെ നമ്മൾ കാണുന്നത് അയോണിക് ബോണ്ട്. അപ്പൊ 2 തരത്തിലുള്ള ബോണ്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, ശരിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഡി ബ്രോളി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു, ഇലക്ട്രോൺ നിങ്ങൾ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു ബോളൊന്നും അല്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇങ്ങനെ കറങ്ങുന്നതോടൊപ്പം തന്നെ ഇലക്ട്രോൺ ഈസ് നോട്ട് എ പാർട്ടിക്കിൾ, ഇറ്റ് ഇസ് എ വേവ്. പാർട്ടിക്കിൾ അല്ലാതെ വേവ് ആണ്. അപ്പൊ ചിലർ തർക്കിച്ചു ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആണ്. കാരണം നമ്മളിപ്പോ ലൈറ്റിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലൈറ്റ് നമ്മളിപ്പോ ഒരു
കണ്ണാടിയിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു പാർട്ടിക്കിൾ. ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു പന്ത് എടുത്തിട്ട് നേരെ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഇടിച്ച് റിട്ടേൺ വരുന്നത് എന്തുകൊണ്ടാണ്? അത് പാർട്ടിക്കിൾ ആയതുകൊണ്ടാണ്. ലൈറ്റ് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്തതും ലൈറ്റിനെ പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് കണ്ടുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, പാർട്ടിക്കിൾ ആയിട്ടാണ്. അപ്പൊ ഇവിടെ പ്രശ്നമുണ്ട്. സാർ ഇവിടെ കൈ വെക്കുമ്പോൾ നിഴല് നിങ്ങൾ കാണുന്നില്ല. അത് നമ്മളുടെ കുഴപ്പം കൊണ്ടാണ്, വേറെ പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നുമില്ല. പക്ഷെ ആക്ച്വലി ഇത് നമുക്ക് ഉപകാരം. എന്തുകൊണ്ടാണ് ഈ നിഴൽ കാണുന്നത്? ഈ ഒരു ഇതിന്റെ നിഴൽ നിങ്ങൾ ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണ്? ദിസ് ഇസ് നോട്ട് ആസ് ഡിഫ്രാക്ഷൻ. ലൈറ്റ് ഇങ്ങനെ വന്ന് ഇടിച്ചിട്ട് വളഞ്ഞു പോകും. മനസ്സിലായോ? കിട്ടിയോ? ലൈറ്റ് വന്ന് ഇവിടെ ഇടിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾ ഇവിടെ എന്ത് കാണുന്നത്? ഈ പറഞ്ഞ നിഴല് കാണുന്നത്. ഡിഫ്രാക്ഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? ഒരു വസ്തു പാർട്ടിക്കിൾ ആണെങ്കിൽ അത് എങ്ങനെ വളഞ്ഞു പോകും? വളയാൻ പറ്റില്ല. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് ഒരേ സമയം പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. കിട്ടിയല്ലോ? അപ്പോ ലൈറ്റിന് എന്ത് ബിഹേവിയർ ഉണ്ട്? ഡ്യുവൽ ബിഹേവിയർ. അതെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന് ഡ്യുവൽ ബിഹേവിയർ ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ടിക്കിൾ. ദ സെയിം ടൈം ഇറ്റ് ഈസ് ബിഹേവ് ലൈക്സ് എ പാർട്ടിക്കിൾ ആൻഡ് വേവ്. അതൊരു വലിയ സംഭവമായിരുന്നു. അത് വന്നോടുകൂടി ഈ മോഡൽ ഈ മോഡൽ പോയി പൊളിഞ്ഞു. ഒന്നും കൂടി പൊളിയാൻ കാരണം വേറൊരാളാണ്, ഹെയ്സൻബെർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സത്യത്തിൽ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എന്തായിരുന്നു ഹെയ്സൻബെർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ഇലക്ട്രോൺ അറൌണ്ട് ദ ന്യൂക്ലിയസ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം ഇലക്ട്രോണിന്റെ മൊമെന്റവും അതിന്റെ പൊസിഷനും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഹൈസൻബെർഗും, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ബോളൊന്നും അല്ല ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ. ദിസ് ഇസ് എന്താണ് വേവ് നേച്ചർ ഇലക്ട്രോണിനുണ്ട്. ഇലക്ട്രോണിന് മാത്രമല്ല, നമ്മൾ ഉൾപ്പെടെ ഈ ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും വേവ് നേച്ചറുണ്ട്. മനസ്സിലായോ? നമ്മൾ വലുതാവും തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേവ് നേച്ചർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താണ്? വേവ് ആണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ ഈ ഒരു കണ്ടുപിടുത്തം വന്നപ്പോൾ ഡി ബ്രോളിയുടെ എന്താണ് വേവ് നേച്ചർ, അതായത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് എന്താണ് ഇലക്ട്രോൺ രണ്ട് സ്വഭാവം കാണിക്കുന്നു. മനസ്സിലായ? നമ്മൾ പറയുന്നത് ഒറ്റക്ക് എന്തൊക്കെ പറയണം എന്നാണ്. എങ്ങനെ രണ്ട് എന്തൊക്കെ പറയണ സ്വഭാവം, അതായത് ഒരേ സമയം പാർട്ടിക്കിളും ഒരേ സമയം എന്താണ് വേവ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഇലക്ട്രോൺ കാണിച്ചു തുടങ്ങി. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കൂ. അപ്പൊ ഈ ആറ്റം മോഡൽ പൊളിഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് ഇനി വേറെ ആറ്റം മോഡൽ വേണം. അതെന്തായിരിക്കും? ഓക്കെ, നോക്കാം. ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഇലക്ട്രോണിനെ നമ്മൾ ഇങ്ങോട്ട് വിട്ടു. ഒരു ഇലക്ട്രോൺ ആണ് പോണേന്ന് വിചാരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്താ? ഈ ഇലക്ട്രോൺ ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിട്ട് ഇതല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് എ പാർട്ടിക്കിൾ, നിങ്ങൾ ഒരു പന്താണ് അറിയുകയാണെങ്കിൽ പന്ത് ഇതിലൂടെ പോവുകയാണെങ്കിൽ ഇവിടെ ഇടിക്കും, ഇതിലൂടെ പോവുകയാണെങ്കിൽ ഇവിടെ ഇടിക്കും. ക്ലിയർ? ബട്ട് ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇവിടെ കണ്ടത് ഇവിടെ കുറെ പാറ്റേൺ, ഇവിടെ കുറെ പാറ്റേൺ, ഇവിടെ കുറെ പാറ്റേൺ, ഇവിടെ കുറെ പാറ്റേൺ. അതെങ്ങനെയാ? ഒരു ഇലക്ട്രോൺ ചെന്നിട്ട് 3-4-5 സ്ഥലത്ത് പാറ്റേൺ. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഇവിടെ വെള്ളത്തെ സങ്കല്പിക്കുക. ഇവിടെ വന്ന് വെള്ളം ഇടിക്കണം. വെള്ളം ഇങ്ങനെ ഒഴുകുന്നവരെയാണ് വെള്ളം. ഇവിടെ വന്ന് വെള്ളം ഇടിച്ച് എന്താ സംഭവിക്കുക? വെള്ളം സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക്. അപ്പൊ രണ്ട് വേവ് കാണുന്നുണ്ടോ നിങ്ങൾ? ഈ രണ്ട് വേവുകൾ എന്താണ്? ഒരു സിറ്റുവേഷനിൽ ഇവർ എന്താണ് ഇന്റർസെക്ട് ചെയ്യും. കണ്ടോ? മനസ്സിലായോ? അതുപോലെ എന്താണ് ഇന്റർസെക്ട് ചെയ്ത് അപ്പൊ പിന്നെ അവിടെ നിന്ന് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഇന്റർസെക്ട് ചെയ്ത് നമ്മൾ ഇവിടെ വന്ന് ഇടിക്കുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് പാട്, ഇവിടെ കുറച്ച് പാട്, ഇവിടെ കുറച്ച് പാട്. മനസ്സിലായോ? ആ ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗമാണ് അവിടെ ഇടിക്കുക. അടുത്ത ഭാഗം. അപ്പോ ഇലക്ട്രോൺ ഞാനിങ്ങനെ വിട്ടാ അത് ഇവിടെ പതിക്കുമോ, ഇവിടെ പതിക്കുമോ, ഇവിടെ പതിക്കുമോ, ഇവിടെ പതിക്കുമോ എന്ന് എനിക്ക് നേരത്തെ പറയാൻ പറ്റൂല. ബിക്കോസ് ഇലക്ട്രോൺ ബിഹേവ്സ് ലൈക്ക് എ വേവ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുത്താൽ ദേ ഇലക്ട്രോൺ നിൽക്കുന്നു, അങ്ങനെ കാണാൻ പറ്റും. ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുത്താൽ ദേ ഇലക്ട്രോൺ ഇവിടെ. ബട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കിയാൽ ഇവിടെ ആരുണ്ട്? ഇലക്ട്രോൺ വന്നിരിച്ചതിന്റെ പാടത്ത്. അതായത് ഇറ്റ് ഈസ് വെരി കൺഫ്യൂസിങ്. നമ്മൾ വിചാരിച്ചിരുന്ന ഇലക്ട്രോൺ ഒരു പന്ത് പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ബട്ട് ആക്ച്വലി അങ്ങനെ അല്ല. ഇലക്ട്രോൺ ഈസ് ലൈക്ക് എ വേവ്. മനസ്സിലായോ?
അപ്പൊ നിങ്ങൾ ഇലക്ട്രോൺ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വേഗത കാണാൻ പറ്റത്തില്ല. നിങ്ങൾ വേഗത കാണാൻ ശ്രമിച്ചാൽ ഇലക്ട്രോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്നും കൂടി സാർ എക്സ്പ്ലെയിൻ ചെയ്യാം വേറൊരു രീതിയിൽ. ഓക്കെ, നോക്കിക്കോളൂ. ഇത് നമ്മുടെ വീട്ടിലെ ഹാളാണെന്ന് വിചാരിക്കാം. നമ്മുടെ വീട്ടില് ഒരു 1 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. 1 വയസ്സുള്ള ഒരു കുട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു CCTV ക്യാമറ ഉപയോഗിച്ചിട്ട് ഇതിനെ റെക്കോർഡ് ചെയ്യും. ഒരു ദിവസം മൊത്തം റെക്കോർഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഞാൻ സാറിന് ഈ കുട്ടീനെ ഒരു പോയിന്റ് ഇടാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സോഫയുണ്ട്, ഇവിടെ 2 കസേരയുണ്ട്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ 10 മണിക്ക് ഈ കുട്ടി ഇവിടെ ഇരുന്ന് കളിച്ചു. ഓക്കെ, 11 മണിക്ക് ഇതേ ഇവിടെ ഇരുന്ന് കളിച്ചു. 12 മണിയായപ്പോൾ ഇവിടെ ഇരുന്ന് കളിച്ചു. വീണ്ടും 1 മണിയായപ്പോൾ ഇവിടെ ഇരുന്ന് കളിച്ചു. പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ. അങ്ങനെ നിങ്ങൾ കുറേ മണിക്കൂറിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അതെല്ലാം നിങ്ങൾ ഇങ്ങനെ ഡോട്ടിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോ ഒരു 5 ദിവസത്തെ ഡാറ്റ എടുക്കും. അപ്പൊ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടിയുള്ളത് എവിടെയാണ്? ഇവിടെയാണ്. മനസ്സിലായോ? ഈ ഭാഗത്ത്. ശരിയോ? ഇതിന് ചുറ്റും. And this is known as probability. എന്താ അതിന്റെ അർത്ഥം? കുട്ടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ പറയാൻ കഴിയില്ല. ഇപ്പൊ 11 മണിക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഇവിടെയായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെയാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നു എല്ലാ ദിവസവും 10 മണിക്ക് അവൻ ഇവിടെ ഇരിക്കും. അങ്ങനെ പറയാൻ പറ്റും? പറ്റുള്ളൂ. അത് മേ ബി ഇവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. എന്താണ്? ഭൂരിഭാഗവും സമയവും അവൻ ഈ സോഫയുടെ ചുറ്റും കിടന്നാണ് കളിക്കുന്നത്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഞാൻ കുറേ ഡാറ്റ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അവൻ ഇവിടെയാണ്. ഓക്കെ, അപ്പൊ കൊച്ചിനെ കാണാനില്ല. ആ സോഫയുടെ അടിയിൽ നോക്കിയേ, അവിടെ ഉണ്ടാവും. സ്ഥിരം അവിടെ. മനസ്സിലായോ? അപ്പൊ എവിടെ നോക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രോബബിലിറ്റി, സാധ്യതയാണ്, ചാൻസ് ആണ്. ആ പ്രോബബിലിറ്റി എങ്ങനെ മനസ്സിലായി? കുറെ ദിവസം റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ അവിടെ ഒരു മാർക്ക് ചെയ്തു. ഇത്രയും സ്ഥലത്താണ് ഈ പറയുന്ന കുട്ടീനെ കാണാനുള്ള സാധ്യത. ഇവിടെ എവിടെ വേണമെങ്കിലും ഉണ്ടാവും. മനസ്സിലായോ? ഇതുപോലെയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ അല്ല, ഇറ്റ് ഈസ് എ വേവ്. അപ്പോ ഒരു പുക പോലെ സാറ് ന്യൂക്ലിയസിന് ഒരു പന്തായിട്ട് സങ്കല്പിച്ചു. ഓക്കെ, ഈ പന്ത് കൊണ്ടുവന്നിട്ട് ഒരു വലിയ പുകയുടെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പന്തിന് ചുറ്റും പുകയാണ്. ഓക്കെ, ഈ പുക എവിടെയുണ്ട്? പന്തിന് ചുറ്റുമുണ്ട്. ഓരോ പുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതേപോലെയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ എവിടെ വേണമെങ്കിലും കാണാം. ചിലപ്പോൾ അയാൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഉണ്ടോ? സോ ദർ ഈസ് എ പ്രോബബിലിറ്റി around the nucleus in which എന്താണ് ഇലക്ട്രോൺ ക്യാൻ ബി സീൻ. മനസ്സിലായോ? ഇലക്ട്രോണിനെ നമുക്ക് ഈ ന്യൂക്ലിയസിന് ചുറ്റും എവിടെ വേണമെങ്കിലും കാണാം. ദ മാക്സിമം പ്രോബബിലിറ്റി. ചിലപ്പോ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ഇവിടെ ഇടയ്ക്ക് ഇവിടെയൊക്കെ പോകും വെച്ച്. മനസ്സിലായോ? പക്ഷെ മാക്സിമം പ്രോബബിലിറ്റി ഇവിടെയാണ്, കൂടുതൽ സമയം ഇവിടെയാണ്. സിമിലർലി ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് നമുക്ക് കാണപ്പെടാൻ സാധ്യതയുള്ള, പരമാവധി സാധ്യതയുള്ള ഒരു മേഖലയുണ്ട്, ഒരു റീജിയൻ ഉണ്ട്. മനസ്സിലായോ? എന്താണ്? ദ ഇലക്ട്രോൺസ് ക്യാൻ ബി ഫൗണ്ട് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ദ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ അറൌണ്ട് ദ ന്യൂക്ലിയസ്. എന്താണ് സാർ പറയുന്നത്? മാക്സിമം പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ? സാധ്യത. സോ മാക്സിമം probability, പരമാവധി സാധ്യത എവിടെ? ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസിന് ചുറ്റും, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും മാക്സിമം പ്രോബബിലിറ്റി. മനസ്സിലായോ? അപ്പൊ ഇത് ആദ്യം പറയാം. മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ പരമാവധി സാധ്യത എവിടെ? around the nucleus, ന്യൂക്ലിയസിന് ചുറ്റും. And it is known as orbital. So the new word come here is orbital. എന്താണ്? ഓർബിറ്റൽ. ശരിയോ? അപ്പൊ ഓർബിറ്റൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ നമുക്ക് കണ്ടെത്താൻ സാധ്യതയുള്ള മേഖലകളാണ്. അതായത് അവിടെ ഇലക്ട്രോൺ ഉണ്ടാവാൻ സാധ്യത.
ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഷെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും ഇലക്ട്രോൺസ് കാണാം. ഈ ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ഈ ഒരു മേഖലയെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഇൻ ദ സ്ഫിയറിക്കൽ ഷേപ്പ്. എന്ത് ഷേപ്പാണ്? സ്ഫിയറിക്കൽ. ഒരു പന്ത് പോലെയാണ്. ഇപ്പൊ ന്യൂക്ലിയസ് അതിന്റെ ഉള്ളിലാണ് കുഞ്ഞിപ്പന്ത്, അതിന് ചുറ്റും ഒരു വലിയ ബലൂൺ, ഒരു വട്ടത്തിലെ ബലൂൺ ഇമാജിൻ ചെയ്യുക. ആ ബലൂണിലെ എയർ കണ്ടോ നിങ്ങൾ? ആ എയർ നിറച്ചെന്താണ്? ഇലക്ട്രോൺസ് ആണ്. കണികകളായിട്ടല്ല, വേവ് ആയിട്ടാണ്. കണ്ടോ? വേവ് നേച്ചർ ആണ്. സോ ഇതിനെയാണ് ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. അത് ഇങ്ങനെ ഒരു സ്ഫീറിക്കൽ ഷേപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും എസ് ഓർബിറ്റൽ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ അല്ല. മനസ്സിലായോ? എന്ന് വിചാരിച്ച് നമ്മൾ കറക്റ്റ് ഇങ്ങനെയൊന്നല്ല. ഇലക്ട്രോൺ ഇവിടെ കാണാം, ഇവിടെ കാണാം, ഇവിടെ കാണാം, ഇവിടെ കാണാം. ഇങ്ങോട്ട് വരുമ്പോൾ കുറയും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇലക്ട്രോൺ എവിടെയാണെന്ന് നിങ്ങൾ നോക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിന്റെ വേഗത കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ഇലക്ട്രോൺ ഇവിടെ വരാണെങ്കിൽ ഓക്കെ. സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ യു ക്യാൻ നോട്ട് ഫൈൻഡ് ദ വെലോസിറ്റി. നിങ്ങൾക്ക് അതിന്റെ വേഗത കണ്ടെത്താൻ കഴിയില്ല. ആക്ച്വലി ഇറ്റ് ഈസ് മൂവ്മെന്റ്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് വരാത്തതുകൊണ്ട് വേഗത പഠിക്കാം. ഇഫ് യു ഫൈൻഡ് ദ വെലോസിറ്റി, വേഗത കാണാൻ ശ്രമിച്ചാൽ യു ക്യാൻ നോട്ട് ഫൈൻഡ് ദ പൊസിഷൻ. പൊസിഷൻ കാണാൻ പറ്റൂല. പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഹെയ്ൻസെൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു. ഹെയ്ൻസെൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ആ പ്രിൻസിപ്പിൾ പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. കണ്ട് ഞെട്ടണ്ട, മറന്നേക്ക്. ഇങ്ങനെ ഒരു ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണിനെ നമുക്ക് ഒരേ സമയം അതിന്റെ പൊസിഷനും സ്ഥാനവും അതിന്റെ വേഗതയും കണക്കാക്കാൻ കഴിയില്ല. നിങ്ങൾ അതിന്റെ സ്ഥാനം നോക്കി നടന്നാൽ വേഗത കണക്കാക്കാൻ കഴിയില്ല. നിങ്ങൾ വേഗത നോക്കി നടന്നാൽ സ്ഥാനം കണക്കാക്കാൻ കഴിയില്ല. ഇത് രണ്ടും ഒരേ സമയം കഴിയില്ല. മനസ്സിലായോ? അപ്പോ എന്താണ് നീൽസ് ബോർ പറഞ്ഞത്? ഇലക്ട്രോൺ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തെറ്റ്. അങ്ങനെയല്ല ഇലക്ട്രോൺ. അപ്പൊ നീൽസ് ബോറിന്റെ അറ്റോമിക് മോഡൽ തെറ്റാണ്. അപ്പൊ പിന്നെ പുതിയ മോഡൽ വേണം. അപ്പൊ പുതിയ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം വെച്ച് നമ്മൾ ചെയ്യും? ഒന്ന്, നീൽസ് ബോർ പറഞ്ഞ എനർജി ലെവൽ, അത് കറക്റ്റ് ആണ്. എനർജി ലെവലിനുള്ളിലാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പറയാൻ പറ്റില്ല. ന്യൂക്ലിയസ് ചുറ്റുമുണ്ട്. പക്ഷെ നീൽസ് ബോർ കൺസിഡർ ചെയ്തത് ഇലക്ട്രോണിനെ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ്. അത് തെറ്റാണ്. ഇലക്ട്രോണിന് രണ്ട് സ്വഭാവമുണ്ട്. അതൊരു വേവ് നാച്ചർ. അത് വേവ് നാച്ചർ കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ നമ്മുടെ നീൽസ് ബോർ പറഞ്ഞു പ്രത്യേക എനർജിയാണ്. അതും തെറ്റാണ്. അങ്ങനെയല്ല. ഡിഫറെന്റ് ഓർബിറ്റൽസിന് ഡിഫറെന്റ് എനർജിയാണ്. അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പുതിയൊരു അറ്റോമിക് മോഡൽ വേണം. അങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഷ്രോഡിംഗർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അതൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. വലിയ ക്ലാസ്സിൽ അതിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ഷ്രോഡിംഗറും ഈ പറയുന്ന ഹെയ്ൻസെൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കൂടി ചേർത്ത് വെച്ചിട്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് പുതിയൊരു സംഭവം നമ്മുടെ കെമിസ്ട്രിയിൽ ഉണ്ടാവുകയാണ്, ക്വാണ്ടം മെക്കാനിക്സ്. പിന്നീട് അത് ഫിസിക്സിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിൽ നമ്മൾ വരുമ്പോൾ അത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന മോഡേൺ ആറ്റം മോഡൽ. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഷ്രോഡിംഗർ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഈ പറയുന്ന ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പഠിക്കാനുള്ളത്. അതിനു മുന്നേ നിങ്ങളോട് അതിനകത്തുള്ള ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും, അതായത് ഈ പറയുന്ന ഇലക്ട്രോൺ കാണപ്പെടുന്ന മേഖലയെ എന്താണ് വിളിക്കുന്നത്? ഓർബിറ്റൽ. എന്താണ് ഓർബിറ്റൽ? ദ റീജിയൻ അറൌണ്ട് ന്യൂക്ലിയസ്. കണ്ട, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു മേഖലയാണ്. അവിടെ എന്താണ്? മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കാണപ്പെടാൻ സാധ്യതയുള്ള, പരമാവധി കാണപ്പെടാൻ സാധ്യതയുള്ള മേഖലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഓർബിറ്റലിന്റെ പേര് എസ് ഓർബിറ്റൽ എന്നാണ്. അതിന്റെ ഷേപ്പ് എന്താണ്? ഒരു സ്ഫിയറിക്കൽ ഷേപ്പാണ്, ഒരു ഗോളം പോലെയാണ്. ഇത്രയും കാര്യങ്ങളാണ് സാറ് പഠിപ്പിച്ചത്. ഓക്കെ. അപ്പോ ഈ പറയുന്ന നീൽസ് ബോറിന്റെ ഇത് പരാജയപ്പെടാനുള്ള ഒരു കാരണം അദ്ദേഹം ഇലക്ട്രോണിനെ വെറും പാർട്ടിക്കിൾ ആയിട്ടാണ് എടുത്തത്.
പിന്നീട് വന്ന ഹെൻസൻബർഗ് പറഞ്ഞു പാർട്ടികളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പൊസിഷനും വെലോസിറ്റി ഈസി ആയിട്ട് കണക്കാക്കാം. പക്ഷെ അങ്ങനെയല്ല. വി കനോട്ട് ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ ഇലക്ട്രോൺ അറൌണ്ട് ദ ന്യൂക്ലിയസ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം, സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമുക്ക് അത് കണ്ടെത്താനായിട്ട് കഴിയില്ല. കിട്ടിയോ? അപ്പൊ ആ രണ്ട് സാധനങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഹെയ്ൻസൻബർഗ് അൺസെൻട്രിക് പ്രിൻസിപ്പിൾ എന്താണ്, ഓർബിറ്റൽ എന്താണ്, മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അവസാനം കിടക്കുന്ന ഇലക്ട്രോൺ എനർജി കൂടുതലാണ് കുറവാണോ എന്നാണ്. അതാണ് ആ ചോദ്യം. മനസ്സിലായോ? അകത്ത് കിടക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി കൂടുതലാണോ കുറവാണോ? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം പുറത്തിറങ്ങിയ വഴിയിൽ നിന്ന് അമ്മ എന്താണെന്ന് ട്യൂഷൻ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നിങ്ങൾ ബാംഗ്ലൂർ പോയാണ് പഠിക്കണമെങ്കിൽ ആരും കാണാനില്ല. ആരും കാണാനില്ല. നിങ്ങളുടെ വീട്ടുകാരും ആരും അവിടെ ഇല്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ് കട്ട് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ ഒരു സിനിമക്ക് പോകും. അപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കും, ഞാനിവിടെ ക്ലാസ്സിലാണ് പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞാലും ആരും അറിയാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് അകലും തോറും നമുക്ക് എനർജി കൂടും. എന്നോട് തന്നെ സഞ്ചരിക്കാം. അപ്പൊ ഇനി മനസ്സിലായല്ലോ, ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഇലക്ട്രോണിന് എനർജി കൂടുതലാണ്. ആ ഇലക്ട്രോൺ ഈസിലി ബൗണ്ടഡ് ആണ്. ന്യൂക്ലിയസുമായിട്ട് അധികം കണക്ഷൻ ഇല്ല. കാരണം നമ്മുടെ ഇവിടെ നാട്ടിലാണെങ്കിൽ പുറത്തിറങ്ങും അമ്മാവന്മാരുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നാട്ടുകാരുണ്ടാവും. നീ എവിടെ പോകണം, എന്താണ് വൈകുന്നേരം ഇവിടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് അകലെയാണെങ്കിൽ ആരും ഉണ്ടാവില്ല അല്ലേ. ഇതിന് ആറ്റത്തിൽ സംഭവിക്കുന്നത് ന്യൂക്ലിയസിന് ചുറ്റും കുറെ ഇലക്ട്രോൺസ് നിൽക്കുകയാണ്. കിട്ടിയോ? അപ്പൊ ഏറ്റവും അകലെ നിൽക്കുന്ന ഇലക്ട്രോൺസിന് ഈ ന്യൂക്ലിയസിന് കാണാൻ പോലും പറ്റില്ല. കാരണം ഇവരുടെ ഒരു ഷീൽഡ് ഉള്ളത്. അപ്പൊ ഈ ഇലക്ട്രോണിനെ ഈസി ആയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ന്യൂക്ലിയസിന് അകലും തോറും ഇലക്ട്രോണിന്റെ എനർജി കൂടുതലായിരിക്കും, ന്യൂക്ലിയസിനോട് അടുക്കും തോറും എനർജി എന്തായിരിക്കും, കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഡ്യുവൽ ബിഹേവിയർ ആണ്. ഒന്നാമത്തെ പോയിന്റ്. ഇലക്ട്രോൺ കാണപ്പെടുന്ന മേഖലയിൽ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. ഇലക്ട്രോണിന്റെ വേഗതയും സ്ഥാനവും ഒരു വേവ് നേച്ചറും കൂടി ഉള്ളത് കൊണ്ട് ഒരേ സമയം കണക്കാക്കാൻ കഴിയില്ല. അതാണ് എന്ത്? ഹെയ്ൻസൻബർഗ് അൺസെൻട്രിക് പ്രിൻസിപ്പിൾ. അപ്പൊ ഹെയ്ൻസൻബർഗും ഷ്രോഡിംഗറും ചേർന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഈ അറ്റോമിക് മോഡൽ വരിക എന്നതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് അതിന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 നമ്പേഴ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ക്വാണ്ടം നമ്പേഴ്സ്. ബേസ്ഡ് ഓൺ ദിസ് ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ ഉണ്ടാക്കിയ മോഡലിന്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. സോ ഷ്രോഡിംഗർ ഡിറൈവ് ചെയ്ത ഇക്വേഷനിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ ആ 4 ക്വാണ്ടം നമ്പർ എന്താണ്, എങ്ങനെയാണ് ആ ക്വാണ്ടം നമ്പർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇത്തിരി ലെങ്തിയാണ് വീഡിയോ. ഇത്തരം പറഞ്ഞത് ചുമ്മാ ക്വാണ്ടം നമ്പർ സാറിന് എടുത്താൽ മതി. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം ക്ഷമയോടെ ഇരുന്നു. ഇനിയുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഇനിയുള്ളത് കാണുക. ഓക്കെ. ഇനി ഇത് ഓടിച്ച് ഇവിടെ വന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അത് വേണോ വേണ്ടിയോ, നല്ലതായിരുന്നു നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഇനി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അതിന് ഓർബിറ്റിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഓർബിറ്റൽ, അതിന്റെ ഷേപ്പ് എന്താണ്, എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഇനി അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നമ്മൾ അതെങ്ങനെ മനസ്സിലാക്കും. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് പഠിച്ചത് ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആണ്. പക്ഷേ ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് പാർട്ടിലായിരിക്കും. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്, എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അനുസരിച്ചിട്ട് ഈ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.